പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വ ആലിഹി വസഹ്ബിഹി വമൻ വാലാ വബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ വഫിർ റിഖാബ് എന്ന ഭാഗമാണ് സംസാരിച്ചു വന്നത്. യഥാർത്ഥ ബിർറ്, പുണ്യം, നന്മ, സൽക്കർമ്മം, സൽസ്വഭാവം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുമ്പോൾ ബിറിൻ്റെ വിഷയത്തിൽ ചിലർക്ക് വളരെ പരിമിതമായ ഒരു ധാരണയായിരുന്നു ഉണ്ടായിരുന്നത്. കിഴക്കിലേക്കും പടിഞ്ഞാറിലേക്കും മുഖം തിരിക്കുക, അതാണ് ഏറ്റവും വലിയ പുണ്യമെന്ന നിലക്കതിൽ ചിലരുടെ തീവ്രതയും കണിശതയും. അപ്പോൾ അതിനെ തിരുത്തിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ലൈസൽ ബിർറ അൻ തുവല്ലു വുജൂഹക്കും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബ് എന്ന് പറഞ്ഞ് യഥാർത്ഥ ബിർറ് എന്ന് വിശദീകരിച്ചു വന്നത്. വലാകിന്നൽ ബിർറ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ എന്ന് തുടങ്ങി പിന്നെ വആതൽ മാല അലാ ഹുബ്ബിഹി ദവിൽ ഖുർബ വൽ യതാമ വൽ മസാകീന വബ്നസ് സബീൽ വസ്സായിലീന വഫിർ റിഖാബ്. നമ്മൾ പഠിച്ചു പോയതാണ്. സ്വത്തിനോട് അതിയായ ഇഷ്ടവും ഇമ്പവും ഉണ്ടായിരിക്കെ തൻ്റെ ഇഷ്ടത്തെയും താല്പര്യത്തെയും ബലി കഴിച്ച് മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്ക് പ്രാമുഖ്യം കൽപ്പിക്കുക, പ്രാധാന്യം കൽപ്പിക്കുക, അതാണ് യഥാർത്ഥ പുണ്യം. വആതൽ മാല അലാ ഹുബ്ബിഹി, ആർക്കാണ് സ്വന്തം ഇഷ്ടത്തെ ഹോമിച്ച് മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് പ്രാമുഖ്യം കൽപ്പിക്കുമ്പോൾ മുൻഗണന? ദവിൽ ഖുർബ, അടുത്ത ബന്ധുക്കൾ, വൽ യതാമ, അനാഥകൾ, വൽ മസാക്കീൻ, അഗതികൾ, വബ്നസ് സബീൽ, വഴിയാത്രക്കാർ, യാത്രാമാർഗം വഴിമുട്ടിയവർ, പിന്നെ വസ്സായിലീൻ, ചോദിച്ചു വരുന്നവർ. അതിൽ ഓരോന്നും നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ചിലതൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചു പോയതാണ്. നമ്മളിവിടെ ആ വിഷയത്തിൽ ആയത്ത് കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയല്ലോ. ചില പദങ്ങൾ നമുക്ക് പുതിയതാണ്, അതുകൊണ്ട് തന്നെ നമ്മളത് കൂടുതൽ മനസ്സിലാക്കുകയും ഉണ്ടായി. ഇവിടെ നമ്മുടെ ഇന്നത്തെ വിഷയം വഫിർ റിഖാബ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ എന്താണ് ഈ റിഖാബ് അർത്ഥമാക്കുന്നത്, അത് വിൽപ്പന്നമാകുന്നത് ഏതൊരു സ്രോതസ്സിൽ നിന്നാണ്, വഫിർ റിഖാബ് പൊതുവെ അർത്ഥമാക്കുന്നത് എന്ത്, അതൊക്കെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഇനി നമുക്ക് ഇന്ന് മനസ്സിലാക്കുവാനുള്ളത് സുപ്രധാനമായൊരു വിഷയമാണ്. അടിമ മോചനത്തിൻ്റെ വിഷയത്തിൽ സ്വന്തം ഇഷ്ടത്തെ, ആഗ്രഹത്തെ ഹനിച്ച് സ്വത്ത് ചെലവഴിക്കുന്നവനാണ് പുണ്യാളൻ, അല്ലെങ്കിൽ അവൻ്റെ പുണ്യമാണ് പുണ്യം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ, ഈ അടിമകളുടെ വിഷയത്തിൽ, അടിമ മോചനത്തിൻ്റെ വിഷയത്തിൽ സ്വത്ത് ചെലവഴിക്കാൻ വേണ്ടിയുള്ള അള്ളാഹുവിൻ്റെ കൽപ്പനയും അതിനുള്ള പ്രേരണയും പ്രോത്സാഹനവുമാണ് നമ്മുടെ ഈ വചനത്തിൽ. വഫിർ റിഖാബ് എന്നതിൽ ഇക്കാര്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു അടിമ തൻ്റെ കീഴിലുണ്ട് എങ്കിൽ യജമാനൻ അതിനെ മോചിപ്പിക്കുന്ന വിഷയം ഇവിടെ ഉദ്ദേശമാണ്. അതേപോലെ ഒരു അടിമയെ മോചിപ്പിക്കുന്ന വിഷയത്തിൽ സഹായിക്കൽ ഇവിടെ ഉദ്ദേശമാണ്. ശത്രുക്കളുടെ കയ്യിൽ അടിമകളായി പിടിക്കപ്പെട്ടവരുണ്ട് എങ്കിൽ അവരെ മോചിപ്പിക്കാൻ പരിശ്രമിക്കൽ, പണിയെടുക്കൽ, സഹായിക്കൽ ഇവിടെ ഉദ്ദേശമാണ്. വഫിർ റിഖാബ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. റിഖാബിൻ്റെ വിഷയത്തിൽ, റിഖാബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അടിമകളാണ്. അവരുടെ വിഷയത്തിൽ എന്ന് പറയുമ്പോൾ അത് വലിയൊരു ആശയത്തെയാണ് അറിയിക്കുന്നത്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയുക്തമാകുന്ന കാലഘട്ടത്തിൽ അടിമകൾ സുലഭമായിരുന്നു. തിരുനിയോഗം നടക്കുന്നതിന് മുമ്പ് മാനവ ചരിത്രം നമ്മൾ മനസ്സിലാക്കുന്ന കാലം മുതൽ ഇങ്ങോട്ട് അടിമകളുടെ ചരിത്രവും നമ്മൾ വായിക്കുന്നുണ്ട്. അടിമകൾ, ഉടമകൾ, കാലാകാലങ്ങളിൽ നിലനിന്ന ഒരു വിഷയമാണ് ഈ അടിമകളുടെ വിഷയം. പല നിലക്ക് അടിമകൾ സമൂഹങ്ങളിൽ ഉണ്ടായിരുന്നു. എല്ലാ മതങ്ങളുടെ ചരിത്രം വായിക്കുമ്പോഴും, സംസ്കാരങ്ങളുടെ ചരിത്രം വായിക്കുമ്പോഴും, നാഗരികതകളുടെ ചരിത്രം വായിക്കുമ്പോഴും അടിമകളുടെ സാന്നിധ്യവും പങ്കാളിത്തവും നിർമ്മാണവും അടിമകളോടുള്ള പെരുമാറ്റവും വർത്തനവും ഇതൊക്കെ നമ്മൾ വായിക്കുന്ന വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയുക്തമാകുമ്പോഴും അടിമകളുണ്ട്. അടിമകളോടുള്ള നീചത്വവും അതേപോലെ തന്നെ അനീതിയും വളരെ കൂടുതലായി നിലനിന്നിരുന്നു. പക്ഷേ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയുക്തമായതിൽ പിന്നെ അടിമകളുടെ വിഷയത്തിൽ വലിയ ഒരു മാറ്റത്തിൻ്റെ ചരിത്രം അതാണ് നമ്മൾ വായിക്കുന്നത്. അതിൽ ഏറ്റവും സുപ്രധാനമായ വിഷയമാണ് വഫിർ റിഖാബ്, അടിമകളുടെ വിഷയത്തിൽ ധനം ചെലവഴിക്കുക എന്നുള്ള വിഷയം.
അത് കേവലം ഒരു അടിമ മോചനത്തെ മാത്രമല്ല, അത് സുപ്രധാനമാണ്. അടിമകളെ മോചിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ പുണ്യമാണ്. അല്ലിംനി അമലൻ യുദ്ഖിലുനി അൽ ജന്ന എന്ന് തിരുസവിധത്തിൽ വന്ന് ഒരു വ്യക്തി പറയുന്നുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുവാനുള്ള അതിന് തരപ്പെട്ട ഒരു കർമ്മം പഠിപ്പിച്ചു തരാനാണ് അയാൾ പറയുന്നത്. അപ്പോൾ പറഞ്ഞു കൊടുക്കുന്നത് എന്താ? ആതിഖിന്നസമ വഫുക്കർ റഖബ എന്നാണ്. ആതിഖിന്നസമ വഫുക്കർ റഖബ, രണ്ടിൻ്റെ അർത്ഥം അടിമമോചനാണ്. ആതിഖിന്നസമ, നീ അടിമയെ മോചിപ്പിക്കൂ, വഫുക്കർ റഖബ, അതും അടിമയെ മോചിപ്പിക്കുക എന്നാണ്. അതുകൊണ്ട് തന്നെ ആഗതൻ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് അവലൈസത ബിവാഹിദത്തിൻ, ഇത് രണ്ടും ഒന്നല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാനില്ല, രണ്ടും ഒന്നല്ല. ഇന്ന ഈത്ഖന്നസമ അൻ തഫറദ ബിഇത്ഖിഹ, ഇത്ഖുന്നസമ എന്ന് പറഞ്ഞെങ്കിൽ നീ ഒറ്റക്ക് ഒരടിമയെ മോചിപ്പിക്കലാണ്. ഫക്കുർ റഖബ എന്ന് പറഞ്ഞാലോ അതിൻ്റെ അർത്ഥം അൻ തുഈന ഫീ ഇത്ഖിഹ, ഒരടിമയെ മോചിപ്പിക്കാൻ സഹായിക്കലാണ്. അപ്പോൾ സ്വയമേ ഒരടിമയെ മോചിപ്പിക്കുക, ഒരാളുടെയും പങ്കാളിത്തല്ലാതെ, തൻ്റെ കീഴിലുള്ളത് അല്ലെങ്കിൽ മറ്റാരുടേതും ഒരാൾ തനിച്ച് മോചിപ്പിക്കുകയാണെങ്കിൽ അത് ഇത്ഖുന്നസമ. എന്നാൽ മറ്റൊരാൾ അയാളുടെ കീഴിലുള്ള അടിമ മോചിപ്പിക്കാൻ ഈ വ്യക്തി സഹായിക്കുന്നുവെങ്കിൽ അത് ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇത്ഖുന്നസമ. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയേണ്ടായത്. സ്വർഗപ്രവേശനത്തിന് അർഹമായൊരു അമലേത് എന്നതിൻ്റെ പ്രതികരണമാണിത്. നോക്കൂ നിങ്ങൾ. അപ്പോൾ ഈ അടിമമോചനം അതിൻ്റെ വിഷയത്തിൽ നമ്മൾ ഇസ്ലാമിക ആദർശം മനസ്സിലാക്കുന്നത് എത്ര മഹനീയമായ നിലക്കാണ്. ഇവിടെ യഥാർത്ഥ പുണ്യം സ്വത്തിനോട് ഇഷ്ടമുണ്ടായിട്ടും വഅതൽമാല അലാ ഹുബ്ബിഹി, ആ സ്വത്ത് വിനിയോഗിക്കുക ഏത് വിഷയത്തിൽ? ഫിർ റിഖാബ്, അടിമകളുടെ വിഷയത്തിൽ. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതുകൊണ്ട് തന്നെ അടിമമോചനത്തിൻ്റെ വിഷയം ഇസ്ലാമിൽ ഏറെ ശ്രദ്ധേയവും പ്രാധാന്യമുള്ളൊരു വിഷയമാണ്. അടിമകളോടുള്ള പെരുമാറ്റം, അടിമകളോടുള്ള വർത്തനം, പിന്നെ അവരുടെ മോചന വിഷയം. അടിമകളുടെ വിഷയത്തിൽ സ്വത്ത് ചെലവഴിക്കാൻ പറയുമ്പോൾ സുപ്രധാനം അതിൽ അടിമകളുടെ മോചനമാണ്. ഈ വിഷയത്തിൽ അടിമകളുടെ മോചനത്തിൻ്റെ വിഷയത്തിൽ ഒരു ക്രോഡീകരണം നടത്തിയപ്പോൾ 12 വഴികൾ അടിമകളെ മോചിപ്പിക്കുന്ന വിഷയത്തിൽ ഇസ്ലാമിലുണ്ട്. അതിൽ മിക്കതും ഈ പറയപ്പെട്ട സ്വത്ത് വിനിയോഗിച്ചുകൊണ്ട് ചെലവഴിച്ചുകൊണ്ടുള്ള മോചനമാണ്. നമുക്കത് ഇവിടെ ഒന്ന് പെട്ടെന്ന് ഈ ഒരു സ്ക്രീനിൽ കണ്ടുപോകാം ഇൻഷാ അല്ലാഹ്. ഇവിടെ ഞാനിവിടെ ഈ ക്രോഡീകരിച്ചത് 12 വിഷയങ്ങൾ. അതിൽ മുക്കാത്തബത്ത്, തദ്ബീർ, റിഖാബ്, കഫാറത്ത്, നേർച്ച, പ്രസവം, അതുപോലെ മേനി വികൃതമാക്കിയാൽ, രക്തബന്ധം തെളിഞ്ഞാൽ, ഭാഗികമായ മോചനം നൽകപ്പെട്ടാൽ, പെരുമാറ്റങ്ങളിൽ ദൂഷ്യമുണ്ടായാൽ, അടിമകളോടുള്ള പെരുമാറ്റത്തിൽ ദൂഷ്യമുണ്ടായാൽ, അതേപോലെ തന്നെ ഒരാൾ പുണ്യം നേടുവാൻ, ഇപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ, ദുല്ലനി അല്ലെങ്കിൽ അല്ലിമിനി അമലൻ യുദ്ഖിൽനി അൽ ജന്ന, സ്വർഗപ്രവേശനത്തിന് ഒരു അമൽ പഠിപ്പിച്ചു തരുമെന്ന് വന്ന വ്യക്തിയെക്കുറിച്ച് പറഞ്ഞില്ല. അതേപോലെ പുണ്യം നേടാൻ, സ്വർഗം നേടാൻ അടിമയെ മോചിപ്പിക്കൽ. പിന്നെ അടിമമോചനത്തിൻ്റെ വിഷയത്തിൽ കളി കാര്യമാകുമ്പോൾ എന്ന് എഴുതിയത് എന്തിനാ? ഒരാൾ അടിമയെ നോക്കിയിട്ട് തമാശക്ക് പറയണം, നിന്നെ ഞാൻ മോചിപ്പിച്ചിരിക്കുന്നു. അത് കാര്യമാണ്. ആ അടിമ മോചിതനാണ്, അയാൾക്ക് സ്വാതന്ത്ര്യം കിട്ടി. ഇങ്ങനെ 12 വഴികൾ അടിമകൾക്ക് അടിമത്തത്തിൽ നിന്ന് പുറത്തു പോകാൻ ഇസ്ലാം വാതായനം തുറന്നിട്ടു, വേദി തരപ്പെടുത്തി, മാർഗം തെളിയിച്ചു, വഴി തുറന്നു. ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ മുഖാത്തബ ഉണ്ട്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതാണ്, വല്ലദീന യബ്തഗൂനൽ കിതാബ് മിമ്മാ മലക്കത അയ്മാനുക്കും, അടിമകളിൽ നിന്ന് മോചന കരാർ ആഗ്രഹിക്കുന്നവർ, യജമാനോട് എനിക്ക് മോചനം വേണം, അതിൽ നമുക്ക് കരാർ ചെയ്യാം, ഞാൻ നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന തുക നൽകി സ്വതന്ത്രനാകാൻ റെഡിയാണ്, എന്നോട് കരാറിന് ഏർപ്പെടണം ആ വിഷയത്തിൽ എന്ന് പറഞ്ഞാൽ അള്ളാഹു പറയാണ് ഫകാതിബൂഹും, നിങ്ങൾ അവരുമായി മോചന കരാറിൽ ഏർപ്പെടണം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്. സുബൈഹ് എന്ന് പറയുന്ന അടിമ ഹുവൈത്ത് ഇബ്നു അബ്ദുൽ ഉസ്സയോട് ഇങ്ങനെ മോചന കരാർ ഒരുക്കാൻ ആവശ്യപ്പെട്ടു. സുബൈഹ് പറഞ്ഞ അബ്ദുൽ ഉസ്സയോട് എനിക്ക് മോചനം വേണം, നമുക്കൊരു കരാറിലെത്താം, ഞാൻ നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന തുക തരാം, എന്നെ വിടിയും ഒഴിവാക്കി. അപ്പോൾ അയാൾ വിസമ്മതിച്ച്, ഹുവൈത്ത് ഇബ്നു അബ്ദുൽ ഉസ്സ വിസമ്മതിച്ചു, ഹുവൈത്തിബ് വിസമ്മതിച്ചു. അപ്പോഴാണ് അള്ളാഹു ഈ ആയത്ത് ഇറക്കിയത് ഫകാതിബൂഹും, നിങ്ങളങ്ങനെ കരാർ എഴുതണമെന്ന്. അതുകൊണ്ടാണ് പിന്നെ ഇസ്ലാമിൽ
നമ്മൾ വായിക്കുന്ന ഒരു ചരിത്രമാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ മദീനയിൽ സീരീൻ്റെ വിഷയത്തിൽ, സീരീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുഹമ്മദ് ബിൻ സീരീൻ, ഹഫ്സ ബിൻ സീരീൻ, അനസ് ഇബിൻ സീരീൻ, അല്ല സീരീൻ എന്ന് പറയുന്ന മഹാൻ, അദ്ദേഹം ഒരു മൗലയായിരുന്നു, അടിമയായിരുന്നു. അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ മൗലയായിരുന്നു. സീരീൻ അനസിനോട്, യജമാനോട് മോചന കരാറിൽ ഏർപ്പെടാൻ ആവശ്യപ്പെടുകയാണ്. അപ്പോൾ അനസ് റളിയല്ലാഹു തആല അൻഹു വിസമ്മതിക്കുകയാണ്. പക്ഷേ അനസ് കൂട്ടാക്കണില്ല സീരീനെ വിടാൻ. അപ്പോൾ സീരീൻ അമീറുൽ മുഅ്മിനീൻ ഉമറിനോട് സങ്കടപ്പെട്ടു. അപ്പോൾ ഉമർ വടിയെടുത്ത് അനസിനെ അടിച്ചു എന്നാണ്. എന്നിട്ട് ഉമർ നമ്മൾ നേരത്തെ കാണിച്ച ആയത്തുണ്ടല്ലോ, ഈ ആയത്ത് ഓതി കൊടുത്തു എന്നാണ്. വല്ലദീന യബ്തഗൂനൽ കിതാബ മിമ്മാ മലകത് അയ്മാനുക്കും ഫകാതിബൂഹും ഇൻ അലിംതും ഫീഹിം ഖൈറ എന്ന ആയത്ത് ഓതി കൊടുത്തതാണ്. ഉമർ അനസിനെ തച്ചു എന്നാണ്. എന്തിന്? സീരീനുമായിട്ട് മോചന കരാറിൽ ഏർപ്പെടുന്നതിന് വേണ്ടി. ഇങ്ങനെ മോചന കരാറിൽ ഏർപ്പെടുന്നതിനാണ് പിന്നെ മുഖാത്തബ എന്ന് പറയുക. അപ്പോൾ ഈ അടിമമോചനത്തിന് സഹായിക്കുക എന്നുള്ളതാണ്. ചരിത്രത്തിൽ വേറെയും ആ വിഷയത്തിൽ ഉദാഹരണം കാണാൻ സാധിക്കും. ഞാനിതിവിടെ ഒരു ഉദാഹരണം മാത്രം അറിയിക്കുകയാണ്. മനസ്സിലല്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇങ്ങനെ മോചന കരാറിൽ ഏർപ്പെട്ട അടിമകളുണ്ടല്ലോ, ആ അടിമകളെ സമ്പാദിച്ച് അധ്വാനിച്ച് യജമാനിന് കാശ് കൊടുത്തിട്ട് വീട്ടുമെന്നുള്ളതാണല്ലോ. അള്ളാഹു പറയുകയാണ്, വആതൂഹും മിൻ മാലില്ലാഹി ലദീ ആതാക്കും. ഈ മോചന കരാറിലായ ഏർപ്പെട്ട അടിമകൾക്ക്, അവർക്ക് മുക്കാത്തബ് എന്നാണ് പറയുക, അല്ല മുക്കാത്തിബ് എന്നാണ് പറയുക, അവർക്ക് സാമ്പത്തിക സഹായം നൽകാനാണ്. ആരോട്? യജമാനന്മാരോട്. എന്ന് പറഞ്ഞെങ്കിൽ എത്ര സംഖ്യയാണോ കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ സംഖ്യ വിട്ടുകൊടുക്കുക, അല്ലെങ്കിൽ അതിൽ നിന്നൊരു ഭാഗം വിട്ടുകൊടുക്കുക, അവരെ വീട്ടാൻ വേണ്ടിയിട്ട് അവരെ സാമ്പത്തികമായി സഹായിക്കുക. അതും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ കൽപ്പിക്കുകയാണ്. അപ്പോൾ നോക്കൂ നിങ്ങൾ, അടിമകളുടെ മോചനത്തിൻ്റെ വിഷയത്തിൽ വഫിർ റിഖാബ്, ഇസ്ലാമിൽ അതിൻ്റെ ഒരു വഴിയാണിത്. 12 വഴികളിൽ ഒരു വഴിയാണ് ഈ മുഖാത്തബത്ത്. മറ്റൊന്നാണിത് തദ്ബീർ. തദ്ബീർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഉടമസ്ഥൻ, യജമാനൻ തൻ്റെ അടിമയെ തൻ്റെ മരണത്തോടു കൂടി സ്വതന്ത്രമാക്കുകയാണ്. ഞാൻ മരിച്ചാൽ എൻ്റെ കീഴിലുള്ള അടിമകൾ സ്വതന്ത്രർ. അതിനാണ് തദ്ബീർ എന്ന് പറയുക. കിതാബ് തദ്ബീർ എന്ന് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ഒരു അധ്യായം തന്നെ കാണാം. വിശുദ്ധ മദീനയിൽ ഉമ്മു ഫർവ ബിൻത് അബ്ദുല്ല ഇബിൻ നൗഫൽ അൽ അൻസാരി റളിയല്ലാഹു തആല അൻഹയുടെ ഒരു ചരിത്രം കാണാം. ഉമ്മു വറക്ക. എന്താ ഈ ഉമ്മു വറക്കൻ്റെ ചരിത്രം? അവർ തദ്ബീർ ചെയ്തു. അവർക്ക് ഒരു ഗുലാമും ഒരു ജാരിയത്തും ഉണ്ടായിരുന്നു, ഒരാണും പെണ്ണും അടിമകൾ. ഉമ്മു വറക്ക പറഞ്ഞ് എൻ്റെ മരണത്തോട് കൂടിയിട്ട് ഇവർ സ്വതന്ത്രരാണെന്ന് പറഞ്ഞു. ഖദ്ദബ്ബറത്ത് എന്നാണ്, എൻ്റെ മരണത്തോട് കൂടിയിട്ട് ഈ ഗുലാമും ജാരിയത്തും സ്വതന്ത്രരാണെന്ന് പറഞ്ഞു. അവരെൻ്റെ മരണത്തോടു കൂടി സ്വതന്ത്രം എന്ന് പറഞ്ഞിട്ട് തദ്ബീർ ചെയ്തപ്പോൾ ഈ അടിമയും ഈ അടിമപ്പെണ്ണും അവർ നല്ല സ്വഭാവക്കാരായിരുന്നില്ല. അവരെന്ത് ചെയ്തു? ഉമ്മു വറക്ക റളിയല്ലാഹു തആല അൻഹയെ കൊന്ന് അവരെ ഒരു കാർപ്പറ്റിൽ ചുരുട്ടി വീട്ടിലിട്ടിട്ട് ഇവർ രായ്ക്ക് രാമാനം നാട് വിട്ട്, ഈ അടിമയും ആണും പെണ്ണും. സാധാരണ അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു തആലയുടെ ഖിലാഫത്തിലാണ് നടക്കുന്നത്. ഉമർ റളിയല്ലാഹു തആലനു സാധാരണ ഈ രാത്രികളിൽ എന്ത് ചെയ്യും? ആളുകളുടെ അവസ്ഥ, ഒരു ഭരണാധികാരി എന്ന നിലയ്ക്ക് അവരുടെ ക്ഷേമാന്വേഷണങ്ങൾ തിരക്കി നടക്കുമായിരുന്നു എന്നാണ്. അപ്പോൾ സാധാരണ ഉമ്മു വറക്ക റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിൽ നിന്ന് ഖുർആനോത്ത് കേൾക്കാറുണ്ട്, അവർ നിസ്കരിക്കുന്നതും ഓതുന്നതും കേൾക്കാറുണ്ട്. പക്ഷെ അന്ന് കേട്ടില്ല, ഈ ദിനം കേട്ടില്ല, കാരണം അവരെ കൊന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ ഉമർ റളിയല്ലാഹു തആല എന്ത് ചെയ്തു? അപ്പം മടങ്ങി. എന്നിട്ട് പകലിൽ അവൾ പോയി അന്വേഷിച്ചു. പിന്നെ അന്വേഷിച്ച് നോക്കുമ്പോൾ വീട്ടിൽ നിന്ന് ആളാനക്കമില്ല, പെരുമാറ്റ ഒന്നും കേൾക്കണില്ല. അപ്പോൾ നോക്കുമ്പോൾ ഉമ്മു വറക്ക കൊല്ലപ്പെട്ട് അവർ ഒരു പായയിൽ ചുരുട്ടപ്പെട്ട നിലയിൽ കിടക്കുകയാണ്. അപ്പോൾ അന്വേഷിക്കുമ്പോഴാണ് ഈ വിഷയം തെളിയുന്നത്. അങ്ങനെ ഈ ഗുലാമിനെയും ജാരിയത്തിനെയും പിടിച്ചുകൊണ്ടുവന്ന് അവരെ ശിക്ഷിച്ചു എന്നൊക്കെ ചരിത്രത്തിൽ കാണാം. ഏതായാലും ഈ തദ്ബീർ, അതാണ് നമ്മുടെ വിഷയം. അടിമകൾക്ക് പുറത്തു പോകാനുള്ള ഒരു മഹൽ മാർഗമാണ് വഫിർ റിഖാബ്. റിഖാബിൻ്റെ വിഷയത്തിൽ മറ്റൊരു സുന്ദരമായ അധ്യാപനമാണ് ഇത്, ഈ ഒരു വിഷയം തദ്ബീർ. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സക്കാത്തിൻ്റെ 8 അവകാശികളിൽ ഒരവകാശി അടിമകളാക്കി സക്കാത്ത്. അതുകൊണ്ട് അടിമമോചനം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഇന്നമ സദഖാതു ലിൽ ഫുഖറാഇ വൽ മസാക്കീൻ എന്ന് തുടങ്ങുന്ന ആയത്തിൽ സക്കാത്ത് സ്വീകരിക്കാൻ, അല്ലെങ്കിൽ സക്കാത്തിൻ്റെ സ്വത്ത് വിനിയോഗിക്കുവാൻ 8 വകുപ്പുകളിൽ ഒരു വകുപ്പ് വഫിർ റിഖാബ്. നമ്മുടെ ഇവിടെ ഈ ആയത്തിൽ വന്നതുപോലെ തന്നെ അടിമകളുടെ വിഷയത്തിൽ, അടിമകളുടെ മോചനത്തിൻ്റെ വിഷയത്തിൽ സക്കാത്തിൻ്റെ വിഹിതം നൽകാം എന്നുള്ളതാണ്.
അതുകൊണ്ട് ഇസ്ലാമിക ചരിത്രത്തിൽ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി ഭരണം നടത്തിയ കാലത്ത് അദ്ദേഹം യഹ്യ ഇബ്നു സഈദിനെ സക്കാത്ത് പിരിക്കാൻ ഏൽപ്പിച്ചു. സക്കാത്ത് പിരിക്കുമ്പോൾ ഖുദ് മിൻ അംവാലിഹിം സദഖത്തൻ, സമ്പന്നരിൽ നിന്ന് സ്വീകരിച്ചിട്ട്, അല്ലെങ്കിൽ തുഖദ് മിൻ അഗ്നിയാഹിം വതുറദ്ദു അലാ ഫുഖറാഇഹിം എന്നാണല്ലോ. സക്കാത്ത് അവിടുന്ന് പിരിക്കുക ധനികരിൽ നിന്ന്, എന്നിട്ട് അവിടുത്തെ സാധുക്കൾക്ക്, ദരിദ്രർക്ക് സക്കാത്ത് വീതിക്കുക എന്നുള്ളതാണ്. അപ്പോൾ യഹ്യ ഇബ്നു സഈദ് പറയാണ്, സക്കാത്ത് പിരിച്ചെടുത്തു, പക്ഷേ ഇത് കൊടുക്കാൻ അവിടെ സാധുക്കളില്ല, നിർധനരില്ല, സക്കാത്തിൻ്റെ അവകാശികളില്ല, അടിമകളല്ലാതെ. അതുകൊണ്ട് അദ്ദേഹം പറയാണ്, ഞാൻ അടിമകളെ വാങ്ങിച്ചിട്ട് ഈ സക്കാത്തിൻ്റെ കാശുകൊണ്ട് അടിമകളെ വാങ്ങി ഞാൻ അവരെ മോചിപ്പിച്ച് വിട്ടു എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് ദീൻ, സക്കാത്ത് അതിൻ്റെ വിനിയോഗിക്കാനുള്ള ഒരു വകുപ്പ് അടിമകളുടെ വിഷയമാക്കിയത് കാരണത്താൽ സാധ്യമായതാണ്. ഇതേപോലെ മറ്റൊരു വിഷയമാണ് ഈ കഫാറത്തുകൾ. കഫാറാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രായശ്ചിത്തങ്ങളാണ്. പ്രായശ്ചിത്തങ്ങൾ എന്തിനാ? ചില തെറ്റുകൾ അത് ചെയ്താൽ ആ തെറ്റിനെ മായ്ക്കാനും മറക്കാനുമുള്ള വിഷയമാണ് കഫാറാത്ത്. ചില കഫാറത്തുകൾ, ഇപ്പോൾ നോമ്പുകാരൻ്റെ കഫാറാത്ത്, അതേപോലെ ബിഹാർ ചെയ്താലുള്ള കഫാറാത്ത്, അതേപോലെ മനുഷ്യവധം നടത്തിയാൽ കഫാറത്ത്, അതേപോലെ സത്യം ചെയ്ത് ലംഘിച്ചാലുള്ള കഫാറത്ത്, നേർച്ച നേർന്നത് ലംഘിച്ചാലുള്ള കഫാറത്ത്, ഇതിനൊക്കെ അടിമകളെ മോചിപ്പിക്കുക എന്നുള്ളതുണ്ട്. അടിമകളെ മോചിപ്പിക്കാത്തതും മറ്റു മാർഗവും ഉണ്ട്, പക്ഷേ അടിമമോചനം ഇതിലൊക്കെ ഉണ്ട്. നമുക്കറിയാം, വിശുദ്ധ റമദാൻ മാസത്തിൻ്റെ പകൽ നോമ്പുകാരായിരിക്കെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ലല്ലോ ദമ്പതികൾ. അങ്ങനെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കടുത്ത അപരാധമാണ്. തൗബയും പാപമോചനത്തേട്ടവും നടത്തിയതിന് ശേഷം പ്രായശ്ചിത്തം ചെയ്യണം. എന്താ ഒന്നാമത്തെ പ്രായശ്ചിത്തം? ഒരടിമയെ മോചിപ്പിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഭാര്യയോട് ബിഹാർ ചെയ്താൽ, ഭാര്യയെ വിവാഹബന്ധം നിഷിദ്ധമാക്കപ്പെട്ടവരോട്, ഉദാഹരണം ഉമ്മ ഉപമിച്ച്, ഉമ്മ എനിക്ക് നിഷിദ്ധമെന്ന പോലെ നീ എനിക്ക് നിഷിദ്ധമാണെന്ന് പറഞ്ഞാൽ അതാണ് ബിഹാർ, കൊടിയ കുറ്റാണ്. അതിൻ്റെ പ്രായശ്ചിത്തത്തിൽ ആദ്യം പറഞ്ഞത് എന്താ? അടിമയെ മോചിപ്പിക്കുക എന്നുള്ള വിഷയമാണ്. ഇതേപോലെ തന്നെ മനുഷ്യവധം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രായശ്ചിത്തത്തിൽ, സത്യം ചെയ്തത് ഒരാൾ ലംഘിച്ചാൽ അതിൻ്റെ പ്രായശ്ചിത്തത്തിൽ, നേർച്ചയിൽ ലംഘനം നടത്തിയാൽ അതിൻ്റെ പ്രായശ്ചിത്തത്തിലൊക്കെ ആ കുറ്റം മായ്ക്കപ്പെടാനും പൊറുക്കപ്പെടാനും പ്രായശ്ചിത്തം പറഞ്ഞപ്പോൾ അടിമകളെ മോചിപ്പിക്കുക എന്ന് പറഞ്ഞില്ലേ. ഇതൊക്കെ അടിമകൾ പുറത്തു പോകാൻ, മോചിതരാകാനുള്ള വിഷയമാണ്. ഇതിൽ ഈ ചില കഫാറത്തുകളുണ്ടല്ലോ, കടുത്ത പ്രായശ്ചിത്താണ്. ആ കടുത്ത പ്രായശ്ചിത്തത്തിൽ നോക്കി നിങ്ങൾ, ഇപ്പോൾ റമദാൻ മാസത്തിൻ്റെ പകലിൽ നോമ്പുകാരായിരിക്കെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ ഒരടിമയെ മോചിപ്പിക്കുക, അല്ലെങ്കിൽ തുടർച്ചയായി 2 മാസം നോമ്പെടുക്കുക, അല്ലെങ്കിൽ 60 മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കുക. ഇതൊക്കെ അടുത്ത പ്രായശ്ചിത്താണ്. തുടർച്ചയായി 2 മാസം നോമ്പെടുക്കുക എന്ന് പറഞ്ഞെങ്കിൽ നോക്കൂ നിങ്ങൾ ചെയ്ത തെറ്റ് എത്ര കടുത്തതാണ്, അതിൻ്റെ പ്രായശ്ചിത്തം എത്ര കടുത്താണ്. അവിടെയും പ്രഥമമായി പറഞ്ഞത് ഒരടിമയെ മോചിപ്പിക്കുക എന്നാണ്. ഇനി പ്രായശ്ചിത്തം താരതമ്യേനെ മുഖഫഫായതുണ്ട്, ലഘുവായ പ്രായശ്ചിത്തമുണ്ട്. ആ ലഘുവായ പ്രായശ്ചിത്തത്തിൽ നോക്കൂ നിങ്ങൾ, ഇപ്പോൾ സത്യം ചെയ്തത് ലംഘിച്ചാൽ ഒന്നുകിൽ 10 മിസ്കീന്മാർക്ക് മാന്യമായ ഭക്ഷണം, അല്ലെങ്കിൽ 10 മിസ്കീന്മാർക്ക് മാന്യമായിട്ടുള്ള വസ്ത്രം, അല്ലെങ്കിൽ ഒരടിമയെ മോചിപ്പിക്കൽ. ഇതിൽ 3-1 സെലക്ട് ചെയ്യാൻ, തിരഞ്ഞെടുക്കാൻ അവകാശമുണ്ട്. ഇത് 3ഉം കണ്ടെത്തിയിട്ടില്ലെങ്കിലാണ് 3 ദിവസം നോമ്പെടുക്കാൻ പറഞ്ഞത്. ഇവിടെ നോക്കി നിങ്ങൾ, ഈ പ്രായശ്ചിത്തം താരതമ്യേനെ തൊട്ടുമുമ്പ് കേട്ട പ്രായശ്ചിത്തത്തെ അപേക്ഷിച്ച് നോക്കൂ നിങ്ങൾ, 10 മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കുന്ന വിഷയമാണ്, അല്ലെങ്കിൽ വസ്ത്രം കൊടുക്കുന്ന വിഷയമാണ്. അവിടെ പറഞ്ഞത് അടിമയെ മോചിപ്പിക്കൽ. അപ്പോൾ കടുത്ത പ്രായശ്ചിത്തത്തിലും ലഘുവായ പ്രായശ്ചിത്തത്തിലൊക്കെ അടിമയെ മോചിപ്പിക്കുന്ന വിഷയം പറഞ്ഞു. ഇതെന്താണ് അറിയിക്കുന്നത്? ഒരു അടിമയെ നിലനിർത്താൻ പ്രോത്സാഹിപ്പിക്കുന്ന മതമാണോ ഇസ്ലാം? അതല്ല, അടിമയെ മോചിപ്പിച്ച് അവർക്ക് സ്വാതന്ത്ര്യം നൽകണം എന്നത് അനുശാസിക്കുന്ന മതമാണോ ഇസ്ലാം? ഇതേപോലെ ഇനി നേർച്ച നേർന്നാൽ, യൂഫൂന ബിന്നദർ, ഒരാൾ തൻ്റെ കീഴിലുള്ള അടിമയെ മോചിപ്പിക്കാൻ നേർച്ച നേർന്നാൽ ആ നേർച്ച വീട്ടൽ നിർബന്ധമായി. അടിമയെ മോചിപ്പിക്കുക എന്നുള്ളത് പ്രതിഫലാർഹമായിട്ടുള്ള ഒരു കാര്യമാണ്, പുണ്യമാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചതാണ്. പക്ഷേ ഒരാളെ നേർച്ച നേർന്നാൽ അടിമയെ മോചിപ്പിക്കൽ നിർബന്ധമായി. അനുവദനീയം എന്നത് നിർബന്ധമാകും നേർച്ചയിലൂടെ, മനസ്സിലായോ? അതേപോലെ നേർച്ച നേർന്നാൽ അത് ലംഘിച്ചാലുള്ള വിഷയം, സത്യം ചെയ്ത് ലംഘിച്ചാലുള്ളതുപോലെ തന്നെയാണ്. ഇവിടെ ഞാൻ അതൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇനി നോക്കി നിങ്ങൾ, പ്രസവിച്ചാൽ ഒരു അടിമ സ്ത്രീ യജമാൻ്റെ ഇണയായിട്ടുണ്ട്, മിൽക്ക് യമീനായിട്ടുണ്ട് എങ്കിൽ ഈ അടിമ പ്രസവിച്ചാൽ, ആ സ്ത്രീ പ്രസവിച്ചാൽ യജമാനൻ്റെ
കുഞ്ഞിനെ ഗർഭം ധരിച്ച് പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ നോക്കൂ നിങ്ങൾ, ഉമർ റളിയല്ലാഹു അൻഹു വാക്ക്, ഇദാ വലദത് ഉമ്മുൽ വലദ് മിൻ സയ്യിദിഹാ ഫഖദ് അതഖത് വ ഇൻ കാന സിഖതൻ എന്നാണ്. ഏതൊരു വ്യക്തിയുടെ വെള്ളാട്ടിയാണോ അടിമപ്പെണ്ണാണോ പ്രസവിക്കുന്നത്, ആ പ്രസവത്തോടു കൂടി അവൾ മോചിതയായി. ഇനി ആ പ്രസവിക്കപ്പെട്ട നവജാത ശിശു ചാപ്പിള്ളയാണെങ്കിലും ശരി, ഒരു അടിമപ്പെണ്ണ് പ്രസവിച്ചു, ചാപ്പിള്ളയെയാണ് പ്രസവിച്ചത്, എന്നാലും ആ സ്ത്രീ മോചിതയായി എന്നാണ് ഉമർ റളിയല്ലാഹു തആല അൻഹുവിടെ പറയുന്നത്. അതിലൊക്കെ കുറേ ചരിത്രങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മനസ്സിലായി. അപ്പോൾ പ്രസവം ഒരു അടിമ സ്ത്രീക്ക് സ്വതന്ത്രയാകാനുള്ള മാർഗമാക്കി നിശ്ചയിച്ചു നമ്മുടെ ദീൻ. തിരുസവിധത്തിലേക്ക് പിന്നെ ഈ ഒരു മഹദി വരുന്നുണ്ട്. ഒരടിമ സ്ത്രീയുടെ വിഷയത്തിൽ യജമാനൻ മരിച്ചു. ഹുബാബ് ഇബ്നു അംറാണ് മരിച്ചത്. യജമാനൻ മരിച്ചു. ഹുബാബ് ഇബ്നു മുൻദിറിന് ഉണ്ടായ അടിമപ്പെണ്ണ്, ഇയാൾ മരിച്ചപ്പോൾ ഈ അടിമപ്പെണ്ണ് സ്വതന്ത്രമാകുമല്ലോ, അതല്ല ഇസ്ലാം പഠിപ്പിക്കണത്. പക്ഷേ അവളെ അടിമയാക്കി വിൽക്കും എന്നൊരു സ്ത്രീ പറയാണ്. അപ്പോൾ ഈ അടിമപ്പെണ്ണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നിട്ട് പറയാണ്, എൻ്റെ യജമാനൻ മരിച്ചു, ഞാൻ അയാളിൽ നിന്ന് ഗർഭം ധരിച്ച് പ്രസവിച്ച പെണ്ണാണ്, എന്നെ ഇനിയും അടിമയാക്കി വിൽക്കുമെന്നാണ് ഇവർ പറയുന്നത് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ലാ തുബാ വ അമറ ബിഹാ ഫഉതിഖത്, അവൾ വിൽക്കപ്പെടാൻ പാടുള്ളതല്ല, അവരെ മോചിതയാക്കാൻ കൽപ്പിച്ചു, അങ്ങനെ അവർ സ്വാതന്ത്ര്യം നേടി എന്നുള്ളതാണ് ഈ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നത്. ഇമാം തബ്റാനിയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമ്മൾ വായിക്കുന്നൊരു വിഷയമാണിത്. ഇതേപോലെ ഉണ്ടല്ലോ. ഇപ്പോൾ നോക്കി നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസ്, ഒരടിമയെ ഒരാൾ തംസീൽ ചെയ്താണ് ഒരാളെ വികൃതമാക്കിയാൽ, ഒരടിമയെ ആരെങ്കിലും വികൃതമാക്കിയിട്ടുണ്ടെങ്കിൽ, മൂക്ക് ചെത്തി, ചെവി ചെത്തി, അല്ലെങ്കിൽ ആ വിരലുകൾ മുറിച്ചു, ഇങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ പറഞ്ഞത്? എന്നാണ്, മൻ മുസ്സില ബിഹ ഉഹ്രിഖ ബിന്നാർ ഫഹുവ ഹുർറുൻ എന്നാണ്. അതോടുകൂടി അയാൾ സ്വതന്ത്രനാണ്. അടിമയോട് അങ്ങനെ ഒരു ദ്രോഹം ചെയ്തിട്ടുണ്ട് എങ്കിൽ. ഇങ്ങനെ പല വിഷയങ്ങൾ കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തുണ്ടായ ഇതിൻ്റെ കുറേ വിഷയങ്ങൾ ഞാൻ ഇത് പരത്തി പറയല്ല, കാരണം അതൊരു വലിയ നീണ്ട വിഷയമാണ്. പക്ഷേ ഇവിടെ ഈ ഒരു വിഷയം നമ്മൾ ഇന്ന് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ പഠിക്കേണ്ടതുണ്ട്. ഇപ്പോൾ നോക്കി നിങ്ങൾ, ഒരു കുടുംബ ബന്ധം തെളിഞ്ഞാൽ, ഒരു ഉടമയും അടിമയും, ഈ ഉടമയോട് ഈ അടിമക്ക് വല്ല നിലക്കും ഒരു കുടുംബ ബന്ധം ഉള്ളതായി തെളിഞ്ഞാൽ എന്താ, മൻ മലകദാ റഹിമിൻ മുഹറമിൻ ഫഹുവ ഹുർറുൻ, രക്തബന്ധമുള്ളവരെ വല്ലവരും അടിമയായി ഉടമപ്പെടുത്തിയാൽ ആ അടിമ സ്വതന്ത്രനാണ്. രക്തബന്ധം തെളിഞ്ഞാൽ പിന്നെ അടിമല്ല, അടിമനെ സ്വതന്ത്രരാക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ കൽപ്പിക്കുന്നത്. അപ്പോൾ നോക്കൂ നിങ്ങൾ, അടിമകൾക്ക് പുറത്തു പോകാനുള്ള, അടിമകളുടെ വിഷയത്തിലുള്ള ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടുകൾ ഇത് നോക്കിയേ. 2 പേർ ചേർന്നാണ് ഒരു അടിമ എങ്കിൽ, ഒരാൾ തൻ്റെ വിഹിതം മോചിപ്പിക്കുകയാണ് എങ്കിൽ, ആ അടിമയിൽ തൻ്റെ വിഹിതം മോചിപ്പിക്കുകയാണ് എങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞെന്താ, ഒരാൾ ഒരു അടിമയിൽ തൻ്റെ വിഹിതം വിറ്റാൽ, അല്ലെങ്കിൽ തൻ്റെ ഓഹരി വിറ്റാൽ, ആ അടിമ മുഴുവനും സ്വതന്ത്രനായി എന്നാണ്. മുഴുവനും സ്വതന്ത്രമായി, പിന്നെ അയാളെ അടിമയാക്കി വെച്ച് നിർത്താൻ പാടുള്ളതല്ല എന്നുള്ളതാണ്. ഇതേപോലെ തന്നെ അതിലൊക്കെ കുറേ ചരിത്രങ്ങളും വിഷയങ്ങളും നമുക്ക് വായിക്കുവാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ശരീരം വികൃതമാക്കിയാൽ മോചിതമാകുമെന്ന് പറഞ്ഞില്ലേ, അതേപോലെ തന്നെ ഒരു വിഷയമാണ് എന്ത്, ഒരു അടിമയെ അടിച്ചാൽ കണ്ട, മൻ ദറബ ഗുലാം ലഹു ഹദ്ദൻ ലം യഅതിഹി ഔ ലതമഹു, ചെയ്യാത്തൊരു കുറ്റത്തിന് ഒരടിമയെ ഒരാളെ അടിച്ചാൽ, അല്ലെങ്കിൽ അയാളുടെ ഒരു ശിക്ഷ നടപ്പിലാക്കിയാൽ, ഫൈന കഫാറത്തുഹു അൻ യുഅ്തിഖഹു എന്നാണ്. അതിൻ്റെ പ്രായശ്ചിത്തം ആ അടിമയെ മോചിപ്പിക്കലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. അതിലൊക്കെ ഉദാഹരണങ്ങൾ വേറെയും കാണാൻ സാധിക്കും. അടിമകളെ അങ്ങനെ ദ്രോഹിച്ചതിൻ്റെ പേരിൽ അവരെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ച വിഷയം. അതുകൊണ്ടാണ് ഈ അബൂ മസ്ഊദ് അൻസാരി റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം തൻ്റെ അടിമനെ അടിക്കുകയാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടിട്ട് റസൂലുള്ള വരികയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഇഅ്ലം അബാ മസ്ഊദ്, ഇഅ്ലം അബാ മസ്ഊദ്, അബൂ മസ്ഊദേ നീ മനസ്സിലാക്കിക്കോ, അബൂ മസ്ഊദേ നീ മനസ്സിലാക്കിക്കോ എന്ന് പറഞ്ഞിട്ട് വരികയാണ്. ആ ശബ്ദത്തിൻ്റെ ഗൗരവവും അതിലുള്ള ആ അപായ സൂചനയും കേട്ട് അബൂ മസ്ഊദ് തിരിഞ്ഞു നോക്കുമ്പോൾ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. എന്താ ഇഅ്ലം അബാ മസ്ഊദ്, അബൂ മസ്ഊദേ നീ മനസ്സിലാക്കിക്കോ എന്ന് പറഞ്ഞിട്ട് റസൂലുള്ള പൂർത്തിയാക്കി. എന്താണ് പിന്നെ, അന്നല്ലാഹ അഖ്ദറു അലൈക് മിൻക് അലാ ഹാദൽ ഗുലാം, ഈ അടിമയുടെ നേരെ നിങ്ങൾക്ക് എത്ര കഴിവുണ്ടോ അതിനേക്കാൾ നിങ്ങൾക്ക് നേരെ അള്ളാഹ്ക്ക് കഴിവുണ്ട്, അതുകൊണ്ട് സൂക്ഷിച്ചോ എന്ന് പറയാണ്. അപ്പോൾ
ഉടനെ അബൂ മസ്ഊദ് പറയണു ഹുവ ഹുറുൻ ലി വജിഹില്ല, ഈ അടിമ അള്ളാഹിൻ്റെ മാർഗത്തിൽ സ്വതന്ത്രനാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മോചിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുബന്ധം പറഞ്ഞിട്ടുണ്ട്, എന്ത്, അമാലൗലം തഫ്അൽ ല മസ്സത് കന്നാർ, ഇപ്പണി നീ ചെയ്തില്ല എങ്കിൽ, താങ്കൾ ചെയ്തില്ല എങ്കിൽ, അടിമയെ അടിച്ച് അയാളിനെ നിങ്ങൾ മോചിപ്പിച്ചില്ല എങ്കിൽ നരകത്തി താങ്കളെ തൊടുമായിരുന്നു, സ്പർശിക്കുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്ന്. അത് ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. അതായത് പിന്നെ അടിമകളുടെ മോചനം, അവരെ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രായശ്ചിത്തം അതാണ്. പിന്നെ ഈ വഫിർ റിഖാബ് എന്നുള്ളതുണ്ടല്ലോ, ഇസ്ലാമിൽ പുണ്യം നേടാൻ ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ, ദുല്ലൻ അല്ലിംനി അമല യുദ്ഖിൽനി അൽ ജന്ന, സ്വർഗത്തിൽ എന്നെ പ്രവേശിക്കുന്ന ഒരു കാര്യം പഠിപ്പിച്ചു തരൂ. പുണ്യം നേടാൻ, സ്വർഗം നേടാൻ, അതിന് ഏറ്റവും നല്ല ഒരു മാർഗം ഇസ്ലാം പഠിപ്പിക്കണമെന്ന് നോക്കി നിങ്ങളെന്താ, അടിമമോചനാണ്. നമ്മളവിടെ കേട്ടതുപോലെ ഇവിടെ നോക്കി നിങ്ങൾ, അള്ളാഹു പറയാണ് വഹദൈനാഹു നജ്ദൈൻ ഫലഖ്തഹമൽ അഖബ വമാ അദ്റാകമൽ അഖബ. മനുഷ്യൻ അള്ളാഹു സുബ്ഹാനഹു വ തആല സന്മാർഗം കാണിച്ചു, ദുർമാർഗവും കാണിച്ചു. സന്മാർഗത്തിൽ വഴി നടക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വഴി കാണിച്ചതിന് ശേഷം, എന്നിട്ട് മനുഷ്യൻ ഫലഖ്തഹമൽ അഖബ എന്നാണ്, ഈ മലമ്പാതകൾ താണ്ടി കടന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുണ്യം നേടാൻ സാഹസപ്പെട്ടില്ല. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ ധാരാളമാണ്, പക്ഷേ മനുഷ്യൻ നന്മകൾ നേടാൻ, പുണ്യം നേടാൻ എന്നിട്ട് സാഹസം കാണിക്കുന്നില്ല എന്ന് അള്ളാഹു പറയുന്നു. വമാ അദ്റാകമൽ അഖബ, എന്നിട്ട് താണ്ടി കടക്കേണ്ട മലമ്പാതകൾ എന്ന് പറഞ്ഞാൽ തേടി നേടേണ്ട സാഹസങ്ങൾ, പുണ്യങ്ങൾ, സാഹസപ്പെട്ട് നേടേണ്ട പുണ്യങ്ങൾ അതേത് എന്ന് പറയുമ്പോൾ കുറേ പറയുന്നുണ്ട്. ആദ്യം പറയുന്നത് ഫക്കു റഖബ എന്നാണ്, അടിമയെ മോചിപ്പിക്കൽ. പിന്നെ ഔ ഇത്ആമു ഫീ യൗമിൻ ദീ മസ്ഗബ, യതീമൻ ദാ മഖറബ ഔ മിസ്കീനൻ ദാ മത്രബ, പട്ടിണിയുള്ള നാളുകളിൽ ഭക്ഷണം കൊടുക്കുക, കുടുംബ ബന്ധമുള്ള അനാഥക്ക് അല്ലെങ്കിൽ കടുത്ത ദാരിദ്ര്യമുള്ള സാധുവിന് അന്നം കൊടുക്കുക, ഇതൊക്കെയാണ് അള്ളാഹ് പറയുന്നത്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ അഖബയെ വിശദീകരിച്ചപ്പോൾ ആദ്യം പറഞ്ഞത് ഫക്കു റഖബ എന്നാണ്, അടിമമോചനം. ഇങ്ങനെ ധാരാളം പിന്നെ ഉദാഹരണങ്ങൾ നമ്മളിത് തുടക്കത്തിൽ കേട്ട വിഷയമാണത്, മനസ്സിലായില്ലേ? നോക്കൂ നിങ്ങളൊരു ഹദീസ്, സൂര്യഗ്രഹണ സമയത്ത് അടിമകളെ മോചിപ്പിക്കുവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചു എന്നാണ്. അമർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഖദ് അമർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ ഇതാഖത്തി ഫീ കുസൂഫി ഷംസ്. സൂര്യഗ്രഹണം ഉണ്ടാകുമ്പോൾ പുണ്യം ചെയ്യാൻ പറഞ്ഞില്ലേ, സദക്ക ചെയ്യാൻ പറഞ്ഞില്ലേ, അവിടെ അടിമകളെ മോചിപ്പിക്കാൻ പ്രത്യേകം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചു എന്നാണ്. അതിൻ്റെ ഒരു മഹത്വം, അടിമകളെ മോചിപ്പിക്കുന്നതിൻ്റെ മഹത്വം നോക്കൂ നിങ്ങളുടെ ഒരു തിരുമൊഴി, അയ്യും അമ്രിൻ മുസ്ലിമിൻ ആതക ഇംറഅൻ മുസ്ലിമൻ കാന ഫകാകഹു മിനന്നാർ. ഏതൊരു മുസ്ലിമായ ഒരു അടിമയെ മോചിപ്പിക്കുന്നത് അത് അവന് നരകത്തിൽ നിന്ന് മോചനമാണ്. ആ വിഷയത്തിൽ വേറെയും ഹദീസുകൾ കാണാൻ സാധിക്കും. അടിമയെ മോചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഓരോ അവയവത്തിനും പകരം ഈ മോചിപ്പിച്ചവൻ്റെ ഓരോ അവയവത്തെ അള്ളാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമെന്നാണ്. ഹത്താ ഫർജഹു ബി ഫർജിഹി എന്നാണ്. ഒരടിമ മോചിതമാകുമ്പോൾ അവൻ്റെ സൂക്ഷ്മാവയവം മോചിതാകുമല്ലേ, അപ്പോൾ ഈ മോചിപ്പിച്ചവൻ്റെ സൂക്ഷ്മാവയവത്തെയും അള്ളാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അടിമകളുടെ മോചനത്തിൻ്റെ വിഷയത്തിൽ നമ്മുടെ ദീനിൽ എത്ര വലിയ പിന്നെ മാർഗദർശനങ്ങൾ, എത്ര മഹത്വകരമായ കാര്യങ്ങളാണ് പഠിപ്പിക്കപ്പെട്ടത് എന്നുള്ളത് മനസ്സിലാക്കാനാണ് ഞാൻ ഈ ഒരു ഉദാഹരണം ഇവിടെ കേൾപ്പിച്ചത്. ഇവിടെ അവസാനം നോക്കി നിങ്ങൾ, 3 വിഷയങ്ങളിൽ കളി പാടില്ല, തമാശ പാടില്ല. ആ 3 വിഷയങ്ങളിൽ ഒന്ന് ത്വലാഖാണ്, പിന്നെ ഒന്ന് നിക്കാഹാണ്, പിന്നെ അടിമമോചനാണ്. സലാസുൻ ലാ യജൂസുൽ ലഅബു ഫീഹിന്ന എന്നാണ്. 3 കാര്യങ്ങളിൽ വിനോദം പാടില്ല, കളി പാടില്ല. സലാസുൻ ജിദ്ദുഹുന്ന ജിദ്ദുൻ വഹസ്ലുഹുന്ന ജിദ്ദുൻ എന്നാണ്. 3 കാര്യങ്ങളിൽ കളിയാണ്, കളി കാര്യമാണ്, കാര്യവും കാര്യമാണ് എന്നാണ്. അതിൽ കളിയും കാര്യമാണ്. എന്താ വിഷയം? ഒന്ന് തലാഖ്, നിക്കാഹ്, ഇത്ഖ്. ഒരാൾ തൻ്റെ അടിമയുടെ വിഷയത്തിൽ അവൻ മോചിതമാണ് എന്ന് തമാശക്ക് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആ അടിമയോട് തന്നെ നീ മോചിതമാണ് എന്ന് പറഞ്ഞെങ്കിൽ മോചിതമാണ്, അടിമ സ്വതന്ത്രനായി. പിന്നെ അടിമയായി വെക്കാൻ പറ്റൂല എന്നാണ് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഞാനിത് പിന്നെ ഇവിടെ ഉണർത്തിയത് പിന്നെ ഈ അടിമകളുടെ വിഷയത്തിൽ ഉള്ള പിന്നെ അവരുടെ മോചനത്തിൻ്റെ വിഷയത്തിൽ പരിശ്രമിക്കുക, പണിയെടുക്കുക എന്ന് പറഞ്ഞാൽ വഫിർ റിഖാബ്, അതാണല്ലോ നമ്മുടെ വചനം. ആ റിഖാബിൽ നമ്മൾ പരിശ്രമിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ പുണ്യമാണ്. അടിമകളുടെ വിഷയത്തിലുള്ള പരിശ്രമങ്ങൾ, പ്രത്യേകിച്ച് സ്വത്ത് വിനിയോഗിച്ചുകൊണ്ട്, സമ്പത്ത് വിനിയോഗിച്ചുകൊണ്ട്
വആതൽ മാല അലാ ഹുബ്ബിഹി, സ്വത്തിനോട് ഇഷ്ടമുള്ളതോടൊപ്പം ആ സ്വത്ത് നൽകുകയും ചെയ്യുന്നു. ഏത് വിഷയത്തിൽ? ഫിർറിഖാബ്, അടിമകളുടെ വിഷയത്തിൽ. അടിമകളുടെ മോചനത്തിന്, അവരുടെ സ്വാതന്ത്ര്യത്തിന് ധനം വിനിയോഗിക്കുന്നതിനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഈ പറയുന്നത്. ഏതൊക്കെ മേഖലയിലൂടെ എങ്ങനെയൊക്കെ അടിമകളെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് സാമ്പത്തികമായിട്ട് പങ്കാളിയാകാൻ പറ്റും, സമ്പത്ത് വിനിയോഗിക്കാൻ പറ്റും, അത് മനസ്സിലാക്കാനാണ് ഞാൻ ഈ 12 ഉദാഹരണങ്ങളെ കേൾപ്പിച്ചത്. ഒപ്പം നമ്മുടെ ദീനുൽ ഇസ്ലാം ഈ ഒരു വിഷയത്തിൽ എത്ര ശ്രദ്ധയൂന്നി, അതിനെത്ര പ്രാധാന്യം കൽപ്പിച്ചു. അടിമകൾ ആരായിരുന്നു? സമൂഹ ശ്രേണിയിൽ ഒരു വിലയും നിലയും കൽപ്പിക്കപ്പെടാതെ യജമാനന്മാരുടെ ആജ്ഞാനുവർത്തികളായി മാത്രം ജീവിക്കാൻ വിധിക്കപ്പെട്ട, അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട്, അർഹതകൾ ഹനിക്കപ്പെട്ട്, ബന്ധനങ്ങളിൽ ജീവിതം ഹോമിക്കപ്പെട്ട് കഴിഞ്ഞിരുന്ന ഒരു ജനവിഭാഗത്തെയാണ് ഇങ്ങനെ മോചിതരാവാൻ, രക്ഷപ്പെടാൻ ഇസ്ലാം വഴിയൊരുക്കിയത്. അതുകൊണ്ടാണ് ഇസ്ലാമിക ചരിത്രം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം മുതൽ ഇങ്ങോട്ട് നമ്മൾ വായിക്കുമ്പോൾ പടിപടിയായി അത്ഭുതകരമായ വിധം അടിമകൾ ശോഷിക്കുകയും എണ്ണം കുറയുകയും പരിമിതപ്പെടുകയും പിന്നീട് അടിമകളില്ലാത്ത ഒരു കാലം വരുന്നത്, അടിമകളായവർ ഉടമകളായി അടിമകൾക്ക് ഭരണം പോലും കൈവരും വിധം ചരിത്രം അടിമകൾക്ക് വഴിമാറിയത്. അടിമകൾ പതിതരായി പണിയെടുത്തിരുന്ന ഒരു കാലം അതായിരുന്നു തിരുനിയോഗം വരെ. എന്നാൽ തിരുനിയോഗ ശേഷം പിന്നെ ഈ അടിമകളാണ് നേതാക്കന്മാർ. വിജ്ഞാനത്തിൻ്റെ വിഷയത്തിൽ വിശിഷ്യ വിശ്വാസ സമൂഹത്തിൽ മാതൃകാപുരുഷന്മാരായി പരിലസിച്ചവർ അടിമകളാണ്. പല ഹദീസ് പണ്ഡിതന്മാരും അടിമകളായിരുന്നു, പല ഫുഖഹാക്കളും അടിമകളായിരുന്നു, ഏറെക്കുറെ ഹദീസിൻ്റെ റാവിമാർ, നിവേദക ശൃംഖലയിലെ കണ്ണികൾ, പല രാജാക്കന്മാരും പല ഇമാംമാരും അടിമകളുടെ മക്കളാണ്. അലി സൈനുൽ ആബിദീൻ ഒരു അടിമ സ്ത്രീയിൽ ജനിച്ച മഹാനാണ്. സാലിം ഇബ്നു അബ്ദുല്ല ഇബ്നു ഉമർ ഒരു അടിമ സ്ത്രീയിൽ ജനിച്ച മഹാനാണ്. അൽ ഖാസിം ഇബ്നു മുഹമ്മദ് ഇബ്നു അബി ബക്കർ ഒരടിമ സ്ത്രീയിൽ ജനിച്ച മഹാനാണ്. ഖാസിമും സാലിമും അലി സൈനുൽ ആബിദീനുമൊക്കെ ചരിത്രത്തിൽ ആരാ? അവർ ജീവിച്ച നാളിൽ അവരെപ്പോലെ മഹാന്മാർ വിരളമായിരുന്നു. ഇങ്ങനെ ഇതൊക്കെ സാധ്യമായി അടിമകളുടെ ചരിത്രത്തിൽ. ഇതൊക്കെ വലിയ അത്ഭുതങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. അത് സാധ്യമായത് അടിമകളുടെ വിഷയത്തിൽ ഇസ്ലാം ഇவ்விധം മനസ്സ് വെച്ചതിനാലും ഇസ്ലാമിൻ്റെ വിധിവിലക്കുകൾ ഇപ്രകാരം അവതരിപ്പിക്കുകയും ചെയ്തതിനാലാണ്. ഒരു വ്യക്തി തനിക്ക് ഏറ്റവും സ്വാർത്ഥമായതാണ് അയാളുടെ സ്വത്ത്. അറബി ഭാഷയിൽ അൽമാൽ എന്ന് പറയുന്നത് മനുഷ്യ മനസ്സ് ചായുകയും എപ്പോഴും തനിക്ക് വേണമെന്ന നിലക്ക് ആർത്തി പൂണ്ട് അരിക്കാക്കുകയും ചെയ്യുന്നതിനാലാണ്. മാല എന്ന് പറഞ്ഞാൽ ചാഞ്ഞു എന്നാണ് അർത്ഥം. അതിൽ നിന്നാണ് അൽമാൽ എന്നുള്ളത് വന്നത്. ഒരു കവിതയുണ്ട്, റഅയ്തുന്നാസ ഖദ് മാലു ഇലാ മൻ ഇൻദഹു മാലു വമൻ ലാ ഇൻദഹു മാലു ഫഅൻഹുന്നാസു ഖദ് മാലു. റഅയ്തുന്നാസ്, ഞാൻ ജനങ്ങളെ കണ്ടു, ഖദ് മാലു, അവർ ചായുന്നതായി, ചെരിയുന്നതായി, പക്ഷം നിൽക്കുന്നതായി. എവിടേക്ക്? ഇലാ മൻ ഇൻദഹു മാലു, സ്വത്തുള്ളവനിലേക്ക്. വമൻ ലാ ഇൻദഹു മാലു, ആരുടെ അടുക്കൽ മാലില്ലേ, സ്വത്തില്ലേ, ഫഅൻഹുന്നാസ് ഖദ് മാലു, അവരിൽ നിന്ന് ജനങ്ങൾ തിരിഞ്ഞു പോകും, പിരിഞ്ഞു പോകും. സ്വത്തുള്ളിടത്തേക്ക് മനുഷ്യന്മാർ ചായും, സ്വത്തില്ലാത്തവരിൽ നിന്ന് മനുഷ്യന്മാർ പിരിഞ്ഞു പോകും. അതാണ് കവി പറയുന്നത്. ഇവിടെ റഅയ്തുന്നാസ ഖദ് മാലു ഇലാ മൻ ഇൻദഹു മാലു, മാലുള്ളവരിലേക്ക് ജനങ്ങൾ മാലു എന്നാണ്, ചായുന്നു എന്നാണ്. അപ്പം മാൽ എന്നതിൻ്റെ അർത്ഥം തന്നെ ചായുക, ചെരിയുക എന്നാണ്. മനുഷ്യപ്രകൃതിയുടെ പ്രത്യേകതയാണ് സ്വത്തിലേക്ക് വശീകൃതരാവുക, ചായുക എന്നുള്ളത്. അതുകൊണ്ടാണ് സ്വത്തിന് അൽ മാൽ എന്ന് പേര് വെച്ചത്. ഇവിടെ ഈ ആയത്തിൽ വആതൽ മാല അലാ ഹുബ്ബിഹി, വആതൽ മാൽ, പുണ്യാളൻ അവൻ നൽകുന്നു. എന്തിനെ നൽകുന്നു? അൽ മാൽ, മാലിനെ നൽകുന്നു. തനിക്ക് ഏറ്റവും സ്വാർത്ഥമായ സ്വത്തിനെ നൽകുന്നു. അലാ ഹുബ്ബിഹി, അതിനോട് ഇഷ്ടമുള്ള ഇമ്പമുള്ള അവസ്ഥയിൽ, അവസരത്തിൽ. എന്തിന് നൽകുന്നു? കണ്ടാ അള്ളാഹു പറഞ്ഞു, ദവിൽ ഖുർബ വൽ യതാമ വൽ മസാക്കീൻ വബ്ന സബീൽ വസ്സായിലീൻ, ഇവർക്കൊക്കെ നൽകുന്നു. വഫിർ റിഖാബ്, അടിമകളെ മോചിപ്പിക്കുന്നതിനും നൽകുന്നു. ഈ 5 കൂട്ടർ പോലെയല്ല ഈ റിഖാബിൻ്റെ വിഷയം. റിഖാബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിമകൾ എന്ന് പറഞ്ഞാൽ സാമൂഹ്യ ശ്രേണിയിൽ അവർ പറ്റേ പരിഗണന അർഹിക്കാത്തവരായി പതിതമായിട്ടുള്ള ഒരവസ്ഥയാണ് പലപ്പോഴും. അതാണ് ചരിത്രം. പക്ഷെ ഒരു വ്യക്തി അങ്ങനെ തൻ്റെ സ്വത്തെടുത്ത്
അടിമകളെ മോചിപ്പിക്കുന്നു, അടിമകളെ മോചനത്തിന് സഹായിക്കുന്നു, അടിമകളെ വാങ്ങിക്കുന്നു, എന്നിട്ട് അവർക്ക് സ്വാതന്ത്ര്യം നൽകുന്നു എന്ന് പറയുമ്പോൾ അതെത്ര ഒരു ഉയർന്ന ദറജയും മക്കാമുമാണ്. നമ്മുടെ ദീനിൻ്റെ സൗന്ദര്യം, ഈ ഇസ്ലാമിൻ്റെ മഹത്വം, അത് ഇങ്ങനെയുള്ള നിദർശനങ്ങളിൽ നമ്മൾ നന്നായി വായിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ അനുബന്ധമായിട്ട് ഉണർത്താനുള്ളത്. ഇവിടെ നമ്മൾ ആദ്യം ആരുടേതാണ് പുണ്യം, ബിർറ്, അല്ലെങ്കിൽ ആരാണ് ബിർറ്, പുണ്യാളൻ, അത് പറഞ്ഞു. മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വൽ മലായികത്തി വൽ കിതാബി വൻ നബിയീൻ, വിശ്വാസകാര്യങ്ങൾ അടിസ്ഥാനമായിട്ട് വരേണ്ട വിഷയം അത് നമ്മൾ പറഞ്ഞു. പിന്നെ ആരാണ് പുണ്യം, ബിർറ്, അല്ലെങ്കിൽ ആരുടേതാണ് ബിർറ്, ആ തുടർച്ചയിലാണ് ഇത് നമ്മൾ പഠിച്ചത്. വ ആതൽ മാല അലാ ഹുബ്ബിഹി ദവിൽ ഖുർബ വൽ യതാമ വൽ മസാക്കീൻ എന്ന് തുടങ്ങിയിട്ട് വഫിർ റിഖാബ് വരെ പഠിച്ചത്. ഇനി നമുക്ക് തുടർന്ന് പഠിക്കുവാനുള്ളത് പുണ്യവും പുണ്യാളനും തീർന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയും ചില വിഷയങ്ങൾ എണ്ണുന്നുണ്ട്. സമഗ്രമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ ബിർ, സുഹൃതം, സൽസ്വഭാവം, സന്മാർഗം, ഇതിനെ വിശദീകരിക്കുകയാണ്. അതിൽ ഇനി പറയാൻ പോകുന്ന വിഷയം അത് നിസ്കാരവുമായി ബന്ധപ്പെട്ട്, സക്കാത്തുമായി ബന്ധപ്പെട്ട്, അതേപോലെ മറ്റു ചില വിഷയങ്ങൾ കരാർ പാലനവും ക്ഷമയൊക്കെയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് തുടർന്നുള്ള എപ്പിസോഡിൽ അത് വിശദമായിട്ട് പഠിക്കാം. ബിഇദ്നില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.